നമ്മളെ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും മിണ്ടി കഴിയുമ്പോൾ പെൺകുട്ടികൾ ഉള്ള തുണിയെല്ലാം പെറുക്കി കെട്ടി കിടക്കയും എടുത്ത് കുട്ടീനെ എടുത്ത് ഒക്കെ വീട്ടിലേക്ക് പോകും നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ വെച്ചാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാരണം എനിക്കങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ല. എങ്കിലും അത് സാധാരണ പറഞ്ഞു കൊടുക്കേണ്ട അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മുതിർന്നവരൊക്കെ ആയിരിക്കും ഓരോ പെൺകുട്ടികൾക്കും നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ ഇങ്ങനെയായിരിക്കും, ഭാര്യയുടെ വീട്ടിൽ ചെന്നാൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അവർ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളായിരിക്കും. പക്ഷേ ഈ കുട്ടി പറഞ്ഞ എനിക്ക് അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞിട്ട് എനിക്ക് അവരെ എന്നെ അംഗീകരിക്കണില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞപ്പം അവരത് ഒന്നും മിണ്ടിയില്ല, മറുപടി പറഞ്ഞില്ല എന്ന്. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ വീഡിയോ ആയിട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരമാകുമല്ലോ എന്നത്. ഞാനതിന് പറയാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. അത് ശരിയായ നടപടിയല്ല അങ്ങനെ പെട്ടിയും കിടക്കയും എടുത്ത് പോകുന്നത്. എല്ലാവർക്കും ഭർത്താവിൻ്റെ വീട്ടിൽ എപ്പോഴും നല്ലതായിരിക്കണമെന്നൊന്നുമില്ല. ഒട്ടുമിക്കവർക്കും ഒരു 98% പേർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഒരു 2% മാത്രമേ സുഖകരമായ ഒരു ഭർത്താവിൻ്റെ വീട്ടിലെ ജീവിതം ഉണ്ടായിരിക്കുകയുള്ളൂ. ഭർത്താവിൻ്റെ വീട്ടുകാർ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാത്തവർക്കെല്ലാം ഓരോരോ വിധത്തിൽ എത്ര വലിയ വീട്ടിലെ പെണ്ണാണെങ്കിലും എത്ര ജോലിയുള്ള പെണ്ണാണെങ്കിലും സാധാരണക്കാരിയാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ ചിലർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും ഇല്ലേ. അത് അവിടുത്തെ ആ സാഹചര്യം പോലെ ഇരിക്കും. അതായത് നമ്മുടെ പെരുമാറ്റം പോലെയും ഇവിടെ ഇരിക്കും. രണ്ട് കൂട്ടരുടെയും പെരുമാറ്റം പോലെ ഇരിക്കും. അത് വേറെ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് അവരുടെ സാഹചര്യത്തോട് ഒത്തുപോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ സാധാരണ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, ഭർത്താവിന് വേണ്ടിയിട്ടാണ് മിക്കവാറും സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പരമാവധി അവരുടെ ആ സാഹചര്യത്തിലേക്ക് അങ്ങ് ജീവിക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ പെണ്ണുങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ടും വേണ്ടത് നമുക്കൊരു ജോലിയായിരിക്കും, ഏത് പെൺകുട്ടിയാണെങ്കിലും. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നില്ല. അങ്കൻവാടിയിൽ നഴ്സറിയിൽ എങ്ങാണ്ട് പോകുന്ന ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്ന നല്ല ജോലിയുള്ള ഭർത്താവാണെന്ന് പറഞ്ഞത്. പിന്നെ അയാൾക്ക് കടബാധ്യതകളില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാളുടെ ആകെയുള്ള തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടീനെ അവോയ്ഡ് ചെയ്യുക എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതായത് അയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അയാൾ മിണ്ടണില്ല. അത്യാവശ്യം വല്ലതും ചോദിച്ചു, ചോറുണ്ടോ, കുറച്ചു നേരം മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് നോക്കി. അയാൾ എന്നിട്ട് കിടന്ന് ഉറങ്ങുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, അയാൾ ജോലിക്ക് പോകുന്നു. അങ്ങനെ ഒരു സ്നേഹം പുറത്തു പോകണമെന്നോ അങ്ങനെ ഒരു സ്നേഹമൊന്നും കാണിക്കുന്നില്ലാത്ത മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. അയാൾ ഒരു ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അയാൾ. അപ്പം നമ്മളെന്താ കാണിക്കണേ, നമ്മളപ്പോൾ സ്നേഹത്തോടെ അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതൊരു നല്ലതായിരിക്കില്ലേ. ചിലർക്കുണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് വേണമെന്ന് തോന്നുന്നത് എൻ്റെ ഒരു ചിന്താഗതി. നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി നമ്മളിലേക്ക് തന്നെ സ്നേഹം. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, പക്ഷെ ഞാൻ ആരെയും സ്നേഹിക്കില്ല എന്ന് പറയണതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ. ഇതിങ്ങനെയാണ് മിക്കവരും നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, അവർക്ക് എന്നെ ഇഷ്ടമല്ല, അവൻ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആരെയും സ്നേഹിക്കാൻ തയ്യാറല്ല. നമ്മളെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കാൻ നമ്മൾ റെഡിയാണ് താനും. നമ്മളെ സ്നേഹിച്ചാൽ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ഇഷ്ടപ്പെടണം നമ്മുടെ ഓരോ രീതികളും. നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. അപ്പോൾ തന്നെ പ്രശ്നങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ, ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് ആരുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് ആരുണ്ട്, ഞാൻ വീട്ടിലേക്ക് ചെന്ന് അവർക്ക് എങ്ങനെയാണ്, അവരുടെ റിയാക്ഷൻ എന്നായിരിക്കും, ഇങ്ങനെയെല്ലാം ചിന്തിക്കണം. ഇരുന്ന് കുറച്ച് നേരം ഏകാഗ്രമായിട്ടിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെല്ലാം മറുപടി കിട്ടും. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും മിണ്ടാത്തതിൻ്റെ കാര്യം ഇതാണ്. അച്ഛനും അമ്മയും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തീരും. കാര്യമില്ലാത്ത കാര്യത്തിനെ ചെല്ലണമെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അല്ലേ. ഒരു കാര്യമില്ലാത്ത പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത്, അവർ മിണ്ടാണ്ടിരിക്കുന്നത്. ഈ കുട്ടി അത് മനസ്സിലാക്കണില്ല. ഈ കുട്ടിയോട് അവർ അങ്ങോട്ട് ചെല്ലാനും പറയാണ്ടിരിക്കണതിൻ്റെ കാര്യം ഇതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഉടനെ പെട്ടിയും കിടക്കയും എടുത്ത് പോകാനല്ല റെഡിയാകണ്ടേ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഉടനെ നമ്മൾ അവിടെ നിൽക്കാനാണ് ശ്രമിക്കണ്ടേ. നമ്മളെ അവഗണിക്കണ്ടോ, നമ്മൾ മൈൻഡ് ചെയ്യാണ്ടെന്ന് നോക്കിയാൽ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇരട്ടി സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുക. കുറേ കഴിയുമ്പോൾ അയാൾ എന്നും നമ്മുടെ പുറകെ ഇങ്ങനെ സ്നേഹത്തോടെ വരുമെന്ന് ഓർത്തുകൊണ്ടൊന്നും ആരും ഇരിക്കണ്ട. ഒരു ഭർത്താവും വരില്ല, ഒരു ഭാര്യയും വരില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു കല്യാണം കഴിഞ്ഞ ഒരു 5-6 മാസം വരെ കൂടി വന്ന 1 വർഷം വരെയുള്ളൂ ഇങ്ങനെ ഈ പുറകെ നടന്നുള്ള സ്നേഹം. മുട്ട അല്ലെങ്കിൽ എന്നാ പറയണേ, ചക്കരെ പൊന്നെ എന്നുള്ള വിളിയൊക്കെ കുറേ നാളത്തേനേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്കാകുമ്പോൾ അവർക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയങ്ങളാണ്. ഓഫീസിലെ തിരക്കുകൾ കാണും, ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ കാണും, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് അങ്ങനെയായിരിക്കാം, കുടുംബ പ്രശ്നങ്ങൾ വേറെ വല്ലതും കാണും. എല്ലാ പ്രശ്നങ്ങളിൽ കൂടെ പെട്ടുപോകുമ്പോൾ അവർക്കിതൊന്നും
എന്നാ പറയണേ, ഇത് ഇങ്ങനെ ഈ പുന്നരച്ചോണ്ടിരിക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടിയെന്ന് വരില്ല. ചിലർക്ക് ഒത്തിരി ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. അതും ചില ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. ചില പെൺകുട്ടികളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചിലർ ഭയങ്കര ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഭയങ്കര പ്രേമം അഭിനയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എങ്ങനെയാ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഭയങ്കര ഡ്രസ്സുകൾ മേടിയും, അതിന് മേടിച്ചു ഇത് മേടിച്ചു പുറത്ത് പോയി ഫുഡ്. സാധാ വീട്ടിലെ പയ്യന്മാർക്ക് അതൊന്നും സാമ്പത്തികം അതിനൊന്നും കാണില്ല. അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കും. നമ്മൾ ഒത്തിരി ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ കേൾക്കാതിരിക്കണം. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ നമ്മൾ ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പഠിക്കുക. ഏത് വീട്ടിൽ നമ്മൾ കല്യാണം കഴിച്ച് ചെന്നോ ആ സാഹചര്യത്തിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്നാ പറയുക ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക ആ കുടുംബത്തിലേക്ക്. അല്ലാതെ ഇപ്പോഴും നമ്മൾ ഭർത്താവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാൽ അത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. ഒത്തിരി ആർഭാടമൊന്നും ഒരു ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടുന്നില്ല, എത്ര പൈസയുള്ളവനാണെങ്കിലും. ഇല്ലേ? നമ്മളില്ലാത്തത് വെച്ച് കെട്ടി കാണിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ വീഡിയോ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കല്യാണം കഴിച്ച കുട്ടിയെ ഒരു കുഞ്ഞു വെച്ചെന്ന് വെച്ചാൽ ഡേ കെയറിൽ എങ്ങാണ്ട് കൊണ്ട് വിടണേ ഉള്ളൂ ആ കൊച്ചിനെ. ഇത് വീട്ടിൽ ഇരിക്കുകയാണ് താനും. അത്ര പോലും പണിയില്ല അതിനെ. ഒന്ന് ഓർത്തു നോക്കിയേ, അതുപോലും ചെയ്യുന്നില്ല. ജോലിക്ക് പോണ കൊച്ചാണ്. എന്തെങ്കിലും എന്നാൽ ഒരു പണിക്ക് പോകും, എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് അത് പോകുന്നത് നല്ലതല്ലേ. ഭർത്താവ് പോണേ അപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ എന്നാണേലും ഡേ കെയർ കൊണ്ട് വിടുന്ന കൊച്ചിനെ അപ്പോൾ ആ കൂടെ പണിക്ക് പോവുക, എന്തെങ്കിലും ജോലി കിട്ടിയാൽ അതിന് സ്വന്തം വരുമാനമാകുമ്പോൾ വേറെ ചിന്തകളെല്ലാം മാറിപ്പോവും. അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇതൊന്നും വരുന്നില്ലല്ലോ. നമ്മളെല്ലാവരും അംഗീകരിക്കാൻ ഒരു മനസ്സ്, നമ്മളെ എല്ലാവരും അംഗീകരിക്കണമെന്ന് മനസ്സ് വെച്ചാൽ പോരാ, നമ്മളും അംഗീകരിക്കാൻ മനസ്സ് വെക്കണം. അതാണ് പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ എന്താണ്ട് വലിയ പുള്ളിയാണെന്നൊരു ചിന്തയോടുകൂടി എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോവില്ല. രണ്ട് കൂട്ടരും അങ്ങനെ ആയിരിക്കണം. ചെറുക്കനാണേലും പെണ്ണാണേലും ആണാണേലും അതെ. എല്ലാം എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. തിരിച്ചും കാണിക്കണം. ഭാര്യമാരെ തിരിച്ച് സ്നേഹിച്ചാൽ മാത്രമേ ഭാര്യമാർക്കും സ്നേഹിക്കാൻ തോന്നുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ സാറാന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിലോ ആരും മൈൻഡ് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ സാധാരണക്കാർ പെൺപിള്ളേർ കുറച്ചാൾ ചുവന്നുകൊണ്ട് നടക്കും. അത് കഴിയുമ്പം അവർ ഇട്ടിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ വിചാരിക്കുക രണ്ട് ഭാഗത്തും ഈഗോയും വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. അതിനൊരു പ്രയോജനവും ഇല്ല. നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് നമുക്കിതാണ് വിധിച്ചേക്കണത്. നമുക്ക് കിട്ടിയത് നമ്മൾ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക. നമ്മളെ കിട്ടിയ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ആ രീതിയിൽ തന്നെ മുന്നേറുക. അല്ലാതെ നമുക്ക് ഇല്ലാത്ത ഒന്നിനെ ഓർത്താണ് നമ്മൾ അധികം മനുഷ്യരും വിഷമിക്കുന്നത്. മറ്റുള്ളവർക്കുണ്ട്, എനിക്കില്ല, എനിക്കതുപോലെ വേണം, അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ദുഃഖം തീർന്ന സമയം കാണില്ല. നമുക്കുള്ളതിൽ റേഷനരിയേ ഉള്ളോ, അത് മതിന്നേ, അത് മതി, അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കുക. അതിന് ദൈവത്തിന് നന്ദി പറയുക. കിട്ടിയ ജീവിതത്തെ സന്തോഷത്തോടെ നന്ദിയോടുകൂടി ഓർത്തോ ജീവിച്ചു നോക്കിക്കേ, ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അല്ലാണ്ട് കിട്ടിയത് എനിക്ക് പോരാ, മതിയായില്ല, എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ച, ഇതൊന്നും പറഞ്ഞിട്ട് കുടുംബജീവിതത്തിൽ ഇതിനെങ്ങനെ ഒരു എഗ്രിമെന്റ് പോലും ഇല്ലാന്ന് വിചാരിക്കണം നമ്മൾ. അല്ലേ? ഞാൻ ഇന്ന രീതിയിൽ നിന്നോട് എന്നും ജീവിതകാലം മുഴുവൻ പെരുമാറുള്ളൂ, നീ എന്നോട് ഇങ്ങനെ പെരുമാറുള്ളൂ എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? ഇല്ലാത്തൊരു വ്യവസ്ഥയല്ലേ ഇത്. നമ്മളെന്ന് വെച്ചാൽ പരസ്പരം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത് കുടുംബജീവിതം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു വിശ്വാസമാണ് കുടുംബജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആ വിശ്വാസം നമ്മൾ ലംഘിക്കാതിരിക്കുക. എല്ലാവരും പണ്ടുകാലത്ത് ഇത്രയും ഇല്ലായിരുന്നു. കാരണം എന്നാണെന്നറിയാവോ? പണ്ടുകാലത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊന്നും വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടായിരുന്നു. എന്ത് വന്നാലും ആ വീട്ടിൽ സഹിച്ചങ്ങ് കഴിയും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ? ഇന്നതല്ല. ഇന്നിപ്പം സോഷ്യൽ മീഡിയ കൂടെയൊക്കെ സുഖലോലുപതയെ കഴിയണവരെയൊക്കെ കാണിക്കും. അവരങ്ങനെയാണോ കഴിയണേന്ന് ക്യാമറയുടെ മുമ്പിലാണോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ ആവണം എന്നൊരാഗ്രഹം വന്നതാണ് നമ്മൾ പല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പം അതിനുള്ള സാമ്പത്തികം ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എനിക്കത് പോരാ, എനിക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്കുള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഒരു കഞ്ഞിവെള്ളം ആണെങ്കിലും നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കുക. സ്നേഹം നമുക്ക് കൊടുക്കുക, എന്നാലേ തിരിച്ചു കിട്ടുള്ളൂ. നമ്മൾ അല്ലാണ്ട് ഒത്തിരി തലക്കനം കാണിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ നിന്ന് നോക്കിയേ, അപ്പോൾ ചിലപ്പോൾ അത് കുറഞ്ഞു വരും. അതല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷമാകും കേട്ടോ. ഇതാ കൊച്ചു സഹോദരിക്കുള്ള ഒരു അറിവാണ്. ഇതൊക്കെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരേണ്ട അറിവുകളാണ്. എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം.